നിങ്ങളുടെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ്, 5 ഓഫ് പെൻഡക്കിൾസ്, മിസ്സിംഗ് എനർജി, 4 ഓഫ് സ്വാർഡ്സ്, ലവേഴ്സ്, 9 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെൻഡക്കിൾസ്. ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. ക്ലാരിഫൈ 5 ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് പെൻഡക്കിൾസ്. കൺഫ്യൂഷൻസിലിരിക്കുന്നതായും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വല്ലാത്തൊരു മിസ്സിങ് എനർജിയിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ 100,000 ചിന്തകൾ അറ്റ് എ ടൈം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഉറക്കമൊന്നുമില്ല. ഉറങ്ങാതിരുന്ന സ്ട്രെസ്ഡായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓവർവെൽമിങ് ഇമോഷൻസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് മനസ്സിൽ അത് അടക്കി വെക്കാൻ പറ്റാത്തത്രയും ഓവർവെൽമിംഗ് ആയിട്ട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇവർ രാത്രിയിലിരുന്ന് കരയുന്നുണ്ടായിരിക്കും. നിങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും. നിങ്ങളെ ഓർത്ത് ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരിക്കും. വല്ലാത്തൊരു മിസ്സിങ് എനർജി ഇവർക്ക് തോന്നാറുണ്ട്. ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ അവരോട് ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് കാണും. അവരുടെ ഭാഗത്തു നിന്നും ഒരു ഓക്കെ എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിൽ തീവ്രമായ യെസ് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നതായി തന്നെയാണ് കാണുന്നത്. വല്ലാത്ത മിസ്സിങ് എനർജി വളരെ പ്രബലമായിട്ട് കാണുന്നു. ഓക്കെ, സമയമുണ്ട് കുറച്ച് കാർഡ്സ്. ഏസ് ഓഫ് കപ്സ്, നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവർ എക്സ്പ്രസ് ചെയ്യാത്തത്? എന്ത് കാരണം കൊണ്ടായിരിക്കും ഇവർ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്? എന്താണ് തടസ്സം അവിടെ? കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് അവരിയ്ക്കുന്നത്. അതായത് സ്നേഹം, ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്ന് പറയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. റീസൺ പറയൂ. ഇവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് ഇവർ വളരെയധികം ബോധേഡാണ് എന്ന് കാണുന്നു. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം ഇവരുടെ ചുമലിലുണ്ട് എന്ന് കാണുന്നു. മാത്രമല്ല ജോലി സംബന്ധമായി 4 പേര് അറിയുന്ന വ്യക്തിയാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഇവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റി ബോധേഡായേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയുക, ഏജ് ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അതൊരു തടസ്സമായിട്ട് തോന്നുന്നു. മാനസികമായിട്ട് അതൊരു തടസ്സമാണ് എന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ചിലർക്ക് അവിടെ മറ്റൊരു ഫാമിലിയുടെ പ്രസൻസ്, ഓൾറെഡി മാരീഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയുടെ പ്രസൻസ് കാരണമാണ് അവർ മനസ്സിൽ സ്നേഹം തോന്നിയാലും അത് നിങ്ങളോട് തുറന്ന് പറയാതിരിക്കുന്നത്.